ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? ഞാൻ ഏർലി മോർണിംഗ് തന്നെ വന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലേ? എന്താ കാരണം? നാളെ നമ്മളെല്ലാവരും കൂടെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ ഈവനിങ്ങിൽ 3 മണി മുതൽ 5 മണി വരെയാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടിയത്. അതിൻ്റെ പിക്ചറാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. അസീസി അല്ല, അഞ്ചപ്പർ റെസ്റ്റോറൻ്റ് ആണ്, ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾക്ക് കുറച്ച് റീസണബിൾ ആയിട്ട് ഹോട്ടൽ കിട്ടണ്ടേ. അപ്പോൾ പെർ ഹെഡ് 25 റിയാലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മീറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ഇതിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം വാച്ച് ചെയ്ത് മിണ്ടാതിരിക്കേണ്ട. ഇതുപോലെ ഗൾഫിലേക്ക് ജോലി നോക്കുന്നവർ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു എന്തെങ്കിലും ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഗ്രോത്ത്, അങ്ങനെ എന്തെങ്കിലും അവർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നമ്മളെ വീഡിയോ നിങ്ങൾ ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മീറ്റപ്പിൽ അപ്പോൾ നിങ്ങൾ നാളെ അസീസിയാണ്, നമ്മുടെ അഞ്ചപ്പർ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നിങ്ങൾ വെന്യൂ ചാർജ്, രജിസ്ട്രേഷൻ്റെ ഫീ, അത് രണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നിങ്ങൾ തരേണ്ടത്. 25 റിയാൽ നിങ്ങൾ വരുന്നു, അവിടെ നമ്മൾ ഒരാളുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ 25 റിയാൽ കൊടുക്കുക, ഹോളിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാം. അതാണ്. പിന്നെ നമ്മൾ ഷാർപ്പ് 3 തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക 2:30 2:45 വിചാരിക്കുക. നമ്മൾ ലേഡീസ് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചാൽ ഞാനടക്കം നമ്മൾ എന്ത് ചെയ്യും, 3 മണിക്കുള്ളത് 3:30 ആവും ചിലപ്പോൾ എത്താൻ. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നമ്മുടെ ടൈം നമുക്ക് ലേറ്റാവും. പിന്നെ ഹോട്ടലുകാർക്ക് അത് പ്രശ്നമായിരിക്കും. അപ്പം നമുക്കൊന്ന് പങ്ക്ച്വലായി നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നാളെ നിങ്ങൾ മീറ്റപ്പിന് വരുന്ന സമയത്ത് ഇതിൽ പല ഐഡിയകളുണ്ടാവും. ചിലർക്ക് ടീച്ചർ ആവണമെന്നാവും, ചിലർക്ക് കമ്പനിയിൽ ജോലി കിട്ടണം എന്നായിരിക്കും, ചിലർക്ക് ടീച്ചറും ആവണ്ട, കമ്പനിയിൽ ജോലി ചെയ്യണ്ട, വീട്ടിലിരുന്ന് ആവശ്യത്തിന് ഉറങ്ങുമൊക്കെ വേണം. കാരണം ഇവിടെ സ്കൂളൊക്കെ ഏർലി മോർണിംഗ് തുടങ്ങും. ഒരു ഞാനൊക്കെ സ്കൂളിലേക്ക് പോകുന്നത് 6:40 6:45 ഇറങ്ങണം വീട്ടിൽ നിന്ന്. നമുക്കപ്പോൾ ഇങ്ങനെ തോന്നും ഒരു 9 മണിക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കിടന്നുറങ്ങായിരുന്നു. പിന്നെ മക്കളുടെ സ്കൂൾ ബസ്സൊക്കെ വരുന്നത് 6 മണിക്കെത്തും. എന്തായാലും ഒരു 5 മണിയാകുമ്പോഴേക്കും അപ്പോൾ നമുക്ക് എണീറ്റിട്ട് സ്കൂളിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാകും, എനിക്ക് സ്കൂളും വേണ്ട കമ്പനിയും വേണ്ട, മക്കളെ നോക്കി മക്കൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്, എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റി. അതില്ലെങ്കിൽ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് പോയിട്ട് ചെയ്യാം, മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് എനിക്ക് വീട്ടിലെത്തണം. അങ്ങനെ ഭയങ്കര ഫാമിലിയോട് ഇതില്ല, അങ്ങനത്തെ അവരും ഉണ്ടാകും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അല്ലേ. നമുക്ക് വേണ്ടത് എന്താണോ, നമ്മുടെ ഫാമിലിക്ക് സന്തോഷം പീസും കൊടുത്തിട്ട് ചെയ്യുമ്പോൾ അതൊന്നും കൂടെ ഒരു ഹാപ്പിയാണ് നമുക്ക്. എന്നാൽ നമുക്കും ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതുണ്ടാവും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളിപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാകും. ആ പ്ലാൻ നിങ്ങൾ ഓൾറെഡി അത് സെറ്റാക്കിയിട്ട് വരിക. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ അതിനെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ആലോചിച്ചെടുക്കണ്ട, ഓർത്തിട്ട് ആലോചിച്ചെടുക്കണ്ട. അപ്പോൾ നമ്മളെന്താ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നത്, ഞാനുണ്ടാകും, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചില ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് നമുക്ക് പറയാമല്ലോ നിങ്ങളടുത്ത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ്, ഒന്നുകിൽ ജോബ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ പാർട്ട് ടൈം, ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, നമുക്ക് വെറുതെ അങ്ങ് പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെയുള്ള ആളുകൾ ചെയ്തിട്ട് അവർക്ക് അതിന് റിസൾട്ട് കിട്ടിയത്, അല്ലെങ്കിൽ അവർ വല്ല ഇൻകം ഉണ്ടാക്കുന്നത്, ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യാം. നിങ്ങൾ ടീമായിട്ട് ടീം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്താക്കാം, അപ്പം നമ്മൾ നിങ്ങൾക്ക് അടുത്തുള്ള ഇപ്പോൾ അസീസിയാബാദ് അല്ലെങ്കിൽ റിഹാബ് അല്ലെങ്കിൽ തെഹ്ലിയ, അങ്ങനെ ഷെർഫിയ, അങ്ങനെയുള്ള 2-3 ആളുകൾ കൂടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് സൗദി അറേബ്യയിൽ നിന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ, ഇതൊക്കെയാണ് അവിടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വെറുതെ അങ്ങ് എന്താ പറയുക ഇറങ്ങി വരരുത്. നിങ്ങൾക്കൊരു ഐഡിയ അല്ലെങ്കിൽ ലക്ഷ്യം അതുണ്ടാക്കിയിട്ടാവണം. അല്ല, ചിലരുണ്ട് ജസ്റ്റ് നമ്മളെ മീറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളവർക്കും വെൽക്കം, വരാൻ നമുക്ക് മീറ്റ് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇത് എവിടെ വെച്ചിട്ടാന്ന് ഇനിയും അറിയാത്തവരോട് ഞാൻ പറയാമെന്ന്. അഞ്ചപ്പർ റെസ്റ്റോറൻറ്റ് അസീസിയാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നാളെ നിങ്ങൾക്ക് നേരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് ബുക്കിംഗ് തരാതെ നിങ്ങൾ വരല്ലേ. കാരണം ഇന്ന് ഈവനിങ്ങിൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിനെ നമ്മൾ അവർക്ക് കൊടുക്കണം. അതിനനുസരിച്ചാണ് അവർ ഫുഡ് അറേഞ്ച് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഹോട്ടൽ കണ്ട് നമ്മളോട് പറയാണ്ട് നേരിട്ട് വരല്ലേ.
നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ താഴെ ഞാൻ ഗൂഗിൾ ഫോം കൊടുക്കാം, അത് ഫില്ല് ചെയ്തോ. അപ്പം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളിടും. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ദേ ഇവിടെ നമ്പർ കൊടുത്തിരിക്കുന്നത് +91 അല്ലെങ്കിൽ 009190611105 ഇത് നാട്ടിലെ നമ്പർ നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത്, നമ്മളെ നമ്പർ തന്നെ സ്റ്റാഫിൻ്റെ കയ്യിൽ. അപ്പോൾ അതിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതിൽ വാട്സപ്പ് ചെയ്തിട്ട് പറയാം മീറ്റപ്പിന് വരാനാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളെ മീറ്റപ്പിൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നാളെ വരുമ്പോൾ മാത്രം നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്താണെന്ന് വെച്ചാൽ 25 റിയാൽ കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് പേനയോ പേപ്പറോ അല്ലെങ്കിൽ ബുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യാനുള്ള സംഭവങ്ങൾ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം 3 to 5 PM. ഒന്നും കൂടെ പറയാണ്, ഇത് ജിദ്ദയിൽ വെച്ച് നടത്തുന്നതാണ്, ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ മീറ്റപ്പാണ്. ഇനി നമ്മൾ നാട്ടിൽ വെക്കേഷൻ ജൂണിൽ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ ജൂലൈയിൽ നാട്ടിലെ മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിലുള്ളവർക്ക് നമുക്ക് നാട്ടിൽ വെച്ച് കാണാം. അപ്പോൾ എല്ലാവരോടും ശരി. നിങ്ങൾ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മാത്രം ക്ലോസ് ചെയ്യുക കേട്ടോ. ബൈ ബൈ, സീ യു ടുമോറോ.